അയൺമാൻ 3-ല് ടോണി സ്റ്റാർക്കിനെ ആൽഡ്രിച്ച് കില്ലിയൻ പിടികൂടുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്റെ അയൺമാൻ ആർമറിനെ സമ്മൺ ചെയ്ത ടോണി സ്റ്റാർക്കിന് ഒരുപാട് സമയം വേണ്ടി വന്നു ആ ആർമർ അവിടേക്കെത്താനും ആ ആർമർ സ്യൂട്ടപ്പ് ചെയ്യാനും. Trust me, you're gonna be in a puddle of blood on the ground in 5, 4, 3, come on! 2. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ പെട്ടെന്നുള്ള അപകടകരമായ സിറ്റുവേഷൻസിൽ തനിക്ക് സ്വയം ഡിഫെൻഡ് ചെയ്യാനായിട്ട് ടോണി സ്റ്റാർക്ക് തന്റെ വാച്ചിൽ റിപ്പൾസർ ബ്ലാസ്റ്റർ ആഡ് ചെയ്തത്. അയൺമാൻ 3-ല് ടോണി സ്റ്റാർക്ക് ഒരു നൈറ്റ്മെയർ കാണുന്നുണ്ട്. ടോണി സ്റ്റാർക്കിനോടൊപ്പം ആ സമയത്ത് പെപ്പർ പോട്ട്സും ഉണ്ട്. ഇവിടെ പെപ്പർ പോട്ട്സ് ഇട്ടേക്കുന്ന ടീഷർട്ടിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാല് ആ ടീഷർട്ടില് ഐ ലോസ്റ്റ് ആൻ ഇലക്ട്രോൺ, ആർ യു പോസിറ്റീവ് എന്നൊക്കെ എഴുതിയേക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേ ടീഷർട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മറ്റൊരു മൂവിയില് ടോണി സ്റ്റാർക്കിന് ഏറെ വേണ്ടപ്പെട്ട ഒരാള് ഇട്ടേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പൈഡർമാൻ ഹോം കമ്മിങ്ങില് പീറ്റർ പാർക്കറും ഐ ലോസ്റ്റ് ആൻ ഇലക്ട്രോൺ, ആർ യു പോസിറ്റീവ് എന്നൊക്കെ എഴുതിയേക്കുന്ന അതേ ടീഷർട്ട് ഇട്ടേക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അയൺമാൻ 3-ലെ ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് ടോണി സ്റ്റാർക്ക് ഹോയിൻസനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് ഹോയിൻസൺ ഡോക്ടർ വൂവിനെ ടോണി സ്റ്റാർക്കിന് പരിചയപ്പെടുത്തുന്നുണ്ട്. Mr. Stark. Oh, Jensen. Oh, I finally met a man called Hope. I would like to introduce you to our guest, Dr. Wu. Oh, this guy. Mr. Stark. Hey. എന്നാൽ ടോണി സ്റ്റാർക്ക് ഒരു തമാശയൊക്കെ അടിച്ച് അയാളെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. Your heart doctor. She's going to need a cardiologist, FA. നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. അതായത് അയൺമാൻ 3-യുടെ അവസാനം ഹോയിൻസൺ ടോണി സ്റ്റാർക്കിന് പരിചയപ്പെടുത്തിയ അതേ ഡോക്ടർ വൂ തന്നെയാണ് ടോണി സ്റ്റാർക്കിന്റെ ചെസ്റ്റിൽ നിന്നും ഷാർപ്പണൽ നീക്കം ചെയ്യാൻ സർജറി നടത്തുന്നത്. അയൺമാൻ 3-ല് ഹാർവി കീനർ സജസ്റ്റ് ചെയ്ത റെട്രോ റിഫ്ലക്റ്റീവ് പാനൽസ് എന്ന ടെക്നോളജി ടോണി സ്റ്റാർക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാഞ്ഞത്? If I was building Iron Man, would have added in the Retro-reflective panels? to make him stealth mode. You want a stealth mode? Cool, right? That's actually a good idea. Maybe I'll build one. ഈ ടെക്നോളജി ടോണി സ്റ്റാർക്ക് പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അത് തന്റെ അയൺമാൻ സ്യൂട്ടുകളിലല്ല എന്ന് മാത്രം. അതായത് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങില് അവഞ്ചേഴ്സ് ടവറിൽ നിന്ന് ന്യൂ അവഞ്ചേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന ഒരു ജെറ്റ് സ്റ്റെൽത്ത് മോഡ് ആക്ടിവേറ്റ് ആക്കിയിട്ടാണ് സഞ്ചരിക്കുന്നത്. ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിലെ ഹെലി കാരിയേഴ്സിലും ടോണി സ്റ്റാർക്ക് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് പാന്തർ എന്ന മൂവിയില് ലോകത്തിന്റെ മുന്നിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ വക്കാണ്ട എന്ന രാജ്യം ഉപയോഗിക്കുന്നത് ഇതേ ടെക്നോളജിയാണ്. അയൺമാൻ 3-ല് ആൽഡ്രിച്ച് കില്ലിയൻ ടോണി സ്റ്റാർക്കിനെ പിടികൂടുന്നുണ്ട്. അവിടെ വെച്ച് ഹാർലി കീനർ ടോണി സ്റ്റാർക്കിന് കൊടുത്ത ഒരു വാച്ചിൽ അലാറം അടിക്കുന്ന സമയത്ത് ടോണി സ്റ്റാർക്കിന് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അതായത് തന്റെ അയൺമാൻ സ്യൂട്ട് പൂർണ്ണമായിട്ടും ചാർജ് ആയിട്ടുണ്ടെന്ന്. എന്നിട്ട് ടോണി സ്റ്റാർക്ക് ആൽഡ്രിച്ച് കില്ലിയന്റെ ഒരു ശിങ്കിടിയോട് ടെനസി തൊട്ട് മയാമി വരെയുള്ള ദൂരം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. Ponytail Express. What's the mileage count between Tennessee and Miami? 832 miles. അയാള് അതിന് ഉത്തരമായിട്ട് പറയുന്നത് 832 മൈൽസ് എന്നാണ്. അതായത് 1320 കിലോമീറ്റേഴ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ടോണി സ്റ്റാർക്കിന്റെ വാച്ചിലെ അലാറം അടിച്ചതിന് ശേഷം 2 മിനിറ്റ് ആകുമ്പോഴാണ് അയൺമാൻ സ്യൂട്ട് അവിടേക്ക് എത്തുന്നത്. അതായത് അയൺമാന്റെ സ്യൂട്ടിലെ ഹാൻഡ് റിപ്പൾസേഴ്സിന് വെറും 2 മിനിറ്റുകൾ കൊണ്ട് 1320 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.